Next important question. And 2013 ചോദിച്ച question ആണ് മക്കളെ. The area under the curve y is equal to modulus of cos x minus sin x 0 less than or equal to x less than or equal to pi by 2 and above x-axis is. X-axisന്റെ മുകളിലുള്ള ഏരിയ മാത്രം നോക്കിയാൽ മതി. cos x minus sin x ന്റെ മോഡുലസ്. നോക്കിക്കേ മക്കളെ, cos x ന്റെ ഗ്രാഫ് എവിടെ തൊട്ട് എവിടെ പറയാ 0 to pi by 2 അല്ലേ? 0 to pi by 2 cos x എങ്ങനെയാ? cos 0 1 ആണ്, cos pi by 2 0 ആണ്. സോ ഇതാണ് cos x equal to cos x. sin x 0 to pi by 2 ഇവിടെ 1 ആണ് വാല്യൂ കേട്ടോ. 0 to pi by 2 വരുമ്പോൾ എന്താവും? sin x ന്റെ വാല്യൂ y equal to ഒന്നും കൊടുക്കുന്നില്ല, y1 equal to y2 equal to y1 equal to y2 equal to നമ്മൾ കൊടുക്കുകയാണ്. y1 equal to y2 is equal to sin x. നോക്കിക്കേ, at a particular point ഇപ്പോൾ മോഡുലസ് ഉണ്ട്. മോഡുലസ് ഓഫ് cos x minus sin x 0 to pi by 2 ആണ് സംഭവം അല്ലേ? ആൻഡ് above the x-axis, above the x-axis വരത്തുള്ളൂ. ഇതിന്റെ അണ്ടറിലുള്ള കേർവ് ആണ് നോക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആരാ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇതാണ് ആര് മുകളിലുള്ളത് അല്ലെ? cos x ആണ് മുകളിലുള്ളത്. cos x മൈനസ് sin x അല്ലെ? cos x മൈനസ് sin x ആണ് ഇവിടം വരെ. എവിടം വരെ? വാട്ട് ഈസ് ദിസ് പോയിന്റ്? ഈ പോയിന്റ് ഒന്നെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. cos x ഉം sin x ഉം ഈക്വൽ ആവുന്ന പോയിന്റ് അല്ലേ? at this particular point cos x and sin x intersect, which means cos x is equal to sin x. cos x ഉം sin x ഈക്വൽ ആവുന്ന ഒറ്റ പോയിന്റുകൾ മക്കളെ when x is equal to pi by 4. cos pi by 4 is equal to 1 by root 2, sin pi by 4 is equal to 1 by root 2 അല്ലേ? so when x is equal to pi by 4, pi by 4 വരെ ഞങ്ങളുടെ അവസ്ഥ എന്താ? 0 to pi by 4 വരെ അവസ്ഥ എന്താ? cos x minus sin x ആണ് അല്ലേ? ഏരിയ under the curve cos x ആണ് ബിഗ്, sin x ആണ് ചെറുത്. സോ മോഡുലസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ മോഡുലസ് അല്ലേ വേണ്ടത്? മോഡുലസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് നെഗറ്റീവ്. സോ cos x മൈനസ് sin x തന്നെ ആയിരിക്കും അല്ലേ? മോഡുലസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ cos x മൈനസ് sin x തന്നെ വരും. ഇനി ലെസ് pi by 4 to pi by 2 എന്താ മക്കളെ അവസ്ഥ? pi by 4 to pi by 2 cos x മൈനസ് sin x നമ്മൾ ചെയ്യുകയാണ്. നോക്കി, ഈ ഒരു ഏരിയ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? ഒന്ന് sin x, ഒന്ന് cos x. നോക്കിക്കേ, which one is bigger, sin x or cos x? ഇതാണ് cos x. cos x താഴെ വന്നു, sin x മുകളിൽ വന്നു അല്ലേ? സോ pi by 4 to pi by 2 എന്താ അവസ്ഥ? മോഡുലസ് ഓഫ് cos x മൈനസ് sin x എന്ന് പറയുന്നതായിരിക്കും sin x മൈനസ് cos x ആയിരിക്കും. ദ ബിഗർ വൺ. നമുക്ക് പോസിറ്റീവ് വാല്യൂ അല്ലേ വേണ്ടേ? മോഡുലസ് ഓഫ് cos x മൈനസ് sin x എന്ന് പറഞ്ഞാൽ എന്താ? ദി പോസിറ്റീവ് വാല്യൂ ഓഫ് cos x മൈനസ് sin x. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ sin x മൈനസ് cos x ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് ഓഫ് ഇവിടെ തൊട്ട് എന്ത് സംഭവിക്കും? നെഗറ്റീവ് വരും അല്ലേ? cos x ചെറിയ വാല്യൂ ആണ്, sin x വലിയ വാല്യൂ ആണ്. സോ cos x മൈനസ് sin x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ വരും, അതിന്റെ നെഗറ്റീവ് എടുക്കണം അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈസി ആയിട്ട് പറയാം sin x മൈനസ് cos x. ഈ പറഞ്ഞ ആളുടെ നെഗറ്റീവ് എടുത്ത് എന്ത് തന്നെ കിട്ടും? sin x മൈനസ് cos x. രണ്ട് രീതിയിൽ പറയാം. ഒന്ന് cos x മൈനസ് sin x ന്റെ നെഗറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ ഡയറക്ട്ലി വലുത് മൈനസ് ചെറുത് cos x sin x മൈനസ് cos x, because we are having a modulus function 0 to pi by 2. ഓക്കെ അല്ലേ? dx ഇന്റഗ്രേറ്റ് ചെയ്തോ, dx. സോ cos x ന്റെ ഇന്റഗ്രൽ is sin x ന്റെ ഇന്റഗ്രൽ cos x അല്ല മൈനസ് cos x. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് cos x within the limit 0 to pi by 4 പ്ലസ് അടുത്തത് sin x minus cos x. sin x in integral minus cos x minus cos x in integral sin x, right? So already ഒരു മൈനസ് ഉണ്ടായിരുന്നു. So sin x within the limits pi by 4 to pi by 2. sin pi by 4 1 by root 2 plus cos pi by 4 1 by root 2. upper limit minus lower limit sin 0 0 minus cos 0 1. ഓക്കെ, ഇനി രണ്ടിനും മൈനസ് ഉണ്ട്. സോ മൈനസിനെ വെളിയിലെടുക്കുകയാണ്. മൈനസ് ഓഫ്, അല്ലെങ്കിൽ വേണ്ട, വെളിയിലെടുത്താലും കുഴപ്പമില്ല, ബട്ട് വെളിയിലെടുക്കുന്നവർ ഇത് കാൽക്കുലേഷൻ മര്യാദയ്ക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒന്നുകിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് മൈനസ് ഓഫ് cos x പ്ലസ് sin x, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ലോവർ ലിമിറ്റ് എടുക്കാൻ നേരം സൈൻ മാറ്റിയിടുക. ഓക്കെ അല്ലേ? സോ മൈനസ് cos pi by 2 is 0, sin pi by 2 is 1. So minus 1. upper limit minus lower limit, minus into minus plus cos pi by 4 1 by root 2. minus into minus plus sin pi by 4 1 by root 2. Okay അല്ലേ? സെറ്റ് അല്ലേ? യെസ്. 1 by root 2 plus 1 by root 2 2 by root 2 plus 1 by root 2 plus 1 by root 2 2 by root 2 minus 1 minus 1 minus 2 4 by root 2 2 plus 2 is 4 by root 2 minus 2. Okay,
4 by root 2. What is 4? 2 into 2 by root 2 minus 2. 2 into 2. 2 നെ എങ്ങനെ എഴുതാം? root 2 into root 2 by root 2 minus 2. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയാം 4 by root 2 2 root 2 ആണെന്നല്ലേ? യെസ്. സോ 2 root 2 minus 2 is your answer. 2 root 2 minus 2. ഏതാണ് മക്കളെ ഓപ്ഷൻ? Which is your option B.